പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ മാസത്തെ നേരത്തെയാക്കും. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 15 മാസമായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിരുന്നു. മാത്രമല്ല, കുടിശ്ശികയായിരിക്കുന്നതിൽ 5 മാസത്തെ പെൻഷനിൽ 3 ഗഡുവും നൽകിക്കഴിഞ്ഞു. എന്നാൽ ഈ ഒരു ശ്രദ്ധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 7 വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകൽ കഴിയാതെയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുള്ളത്. അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ 450 കോടി രൂപ കൊടുക്കുവാനുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഫണ്ട് അനുവദിച്ചത് 30 കോടി രൂപ മാത്രമാണ്. ആനുകൂല്യം കാത്തിരിക്കുന്നവരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെയാണ്. 3.8 ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 16 മാസമാണ് പെൻഷൻ കുടിശ്ശിക. ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും നൽകുവാൻ 1200 കോടി രൂപ വേണമെന്നാണ് ബോർഡ് പറയുന്നത്. സംസ്ഥാനത്തെ 30 ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നത്. 2 മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും 60 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് അംശാദായം അടച്ചിട്ട് പോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ക്ഷേമനിധി ബോർഡുകളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് എന്നതും യാഥാർത്ഥ്യമാണ്. 2 രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകി വരുന്നത്. ആദ്യത്തേത് മാസം തോറും സാമൂഹിക സുരക്ഷാ പെൻഷൻ, ഒപ്പം സർക്കാർ നേരിട്ട് 1600 രൂപ വീതം ക്ഷേമനിധി പെൻഷനായി നൽകുന്നവയാണ്. കർഷക പെൻഷൻ, മത്സ്യത്തൊഴിലാളി പെൻഷൻ, ക്ഷീരകർഷക പെൻഷൻ തുടങ്ങി 16 ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഈ രീതിയിൽ പൂർണ്ണമായും സർക്കാർ തന്നെ നൽകി വരുന്നത്. അതേസമയം ക്ഷേമനിധി ബോർഡുകൾ അംഗങ്ങളിൽ നിന്നും അംശാദായവും കൂടാതെ സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള നിരവധി ബോർഡുകളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ഇത്തരം ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. വരും നാളുകളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടി ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. ജൂൺ 19-നാണ് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായ ഒരു പ്രചാരണ വിഷയം. ഇലക്ഷന് മുൻപേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അറിയിപ്പ് ഉണ്ടാകുന്നതാണ്. പെൻഷൻ വിതരണം നേരത്തെയായാൽ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസമാകും. പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് ഈ മാസം 25 മുതലാണ് ആരംഭിക്കുന്നത്. 2 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ അനുവദിച്ചിരിക്കുന്ന ആ സമയത്തിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.